നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. 20ഓളം ദിവസങ്ങൾ സംസ്ഥാനത്തില്ലാതിരിക്കുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ചുമതല മറ്റൊരു മന്ത്രിക്ക് നൽകണമെന്ന് CPM. സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശം പിണറായി വിജയൻ തള്ളിയെന്ന് സൂചന. മുഖ്യമന്ത്രി ഇടപെടേണ്ട അടിയന്തര വിഷയങ്ങൾ ഉണ്ടെങ്കിൽ ഫോണിലോ മെയിലിലോ തന്നെ ബന്ധപ്പെടാമെന്നും ഇല്ലെങ്കിൽ ചീഫ് സെക്രട്ടറിയെ ബന്ധപ്പെടാമെന്നും മുഖ്യമന്ത്രി പറഞ്ഞതായാണ് വിവരം. ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണുവിനാണ് മുഖ്യമന്ത്രിയുടെ ചുമതലയെന്ന് പരിഹസിക്കുകയാണ് ക്യാബിനറ്റിലെ സഹമന്ത്രിമാർ. മുഖ്യമന്ത്രിയുടെ ചുമതല കൈമാറാത്തതിൽ CPM-നുള്ളിൽ അമർഷം പുകയുകയാണ്. എന്നാൽ CPM-നുള്ളിൽ യാതൊരു പ്രശ്നവുമില്ലെന്ന് അറിയിക്കാൻ ഗോവിന്ദൻ പത്രസമ്മേളനം വിളിച്ച് നിലപാട് വ്യക്തമാക്കി. 3 വിദേശ രാജ്യങ്ങളിലൂടെ 19 ദിവസം നീണ്ടു നിൽക്കുന്ന യാത്രയെക്കുറിച്ച് ഔദ്യോഗികമായി ഒരു വിവരവും അറിയിക്കാതെയാണ് മുഖ്യമന്ത്രി രാജ്യം വിട്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി കുറച്ചു ദിവസത്തേക്ക് ഓഫീസിൽ ഉണ്ടായിരിക്കില്ലെന്ന് മാത്രമാണ് സ്റ്റാഫ് അംഗങ്ങളെ അറിയിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പത്രക്കുറിപ്പ് ഇറക്കുകയോ ഗവർണറെ അറിയിക്കുകയോ ചെയ്തിട്ടില്ല. യാത്രയുടെ ഉദ്ദേശം എന്തെന്ന് വ്യക്തമാക്കാതെയാണ് ഇന്തോനേഷ്യ, സിംഗപ്പൂർ, UAE എന്നീ രാജ്യങ്ങളിലൂടെയുള്ള മുഖ്യമന്ത്രിയുടെയും കുടുംബാംഗങ്ങളുടെയും സഞ്ചാരം. മുഖ്യമന്ത്രിയും ഭാര്യയും കൊച്ചുമകനും യാത്ര തിരിക്കുന്നതിന് മുൻപ് തന്നെ മകളും മരുമകൻ മന്ത്രി മുഹമ്മദ് റിയാസും രാജ്യം വിട്ടിരുന്നു. വിനോദസഞ്ചാരത്തിനാണത്രേ മുഖ്യമന്ത്രിയുടെ സകുടുംബ യാത്ര. കേരളം കൊടും ചൂടിൽ വെന്തുരുകയും അത് സഹിക്കാനാവാതെ മനുഷ്യർ പിടഞ്ഞു വീണ് മരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് വിനോദം തേടി മുഖ്യമന്ത്രി വിദേശ രാജ്യങ്ങളിലേക്ക് പറന്നിരിക്കുന്നത്. മുഖ്യമന്ത്രി സംസ്ഥാനം വിടുമ്പോൾ ഗവർണറെ അറിയിക്കണമെന്നത് നിയമമാണ്. തനിക്ക് പകരം ആർക്കാണ് ചുമതലയെന്ന് മുഖ്യമന്ത്രി അറിയിച്ചിരിക്കണം. ഇതാണ് പതിറ്റാണ്ടുകളായുള്ള സംസ്ഥാനത്തിന്റെ ശീലം. 3 ദിവസം സ്ഥലത്തില്ലെങ്കിൽ പോലും ഗവർണറെ രേഖാമൂലം അറിയിച്ചിരുന്ന മുഖ്യമന്ത്രിമാരുണ്ട്. എന്നാൽ പിണറായിക്ക് ഇത്തരം നിയമങ്ങളൊന്നും ബാധകമല്ല. തന്റെ രീതി തനിക്ക് മാത്രം സ്വന്തം എന്ന നിലയിലാണ് പിണറായിയുടെ നീക്കങ്ങൾ. CPM സംസ്ഥാന കമ്മിറ്റിക്കും സെക്രട്ടറിക്കും ഒന്നും ഇക്കാര്യത്തിൽ ഒരു അഭിപ്രായവുമില്ല. ഉണ്ടെങ്കിൽ പിണറായിക്ക് ചുക്കാണ്. മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയെക്കുറിച്ച് ചെണ്ടകുട്ടി അറിയിക്കേണ്ടതുണ്ടോ എന്നാണ് ഇടതുമുന്നണി കൺവീനർ EP ജയരാജൻ ചോദിക്കുന്നത്. ജനങ്ങളെ അറിയിക്കേണ്ടതുണ്ട്. അതിനുള്ള സംവിധാനവുമുണ്ട്. ജനങ്ങൾ ഞങ്ങളെ ഭരിക്കാൻ തെരഞ്ഞെടുത്തിട്ടുള്ള ഭരണാധികാരിയാണല്ലോ മുഖ്യമന്ത്രി. ജനങ്ങൾക്കും ഭരണാധികാരികൾക്കും ഇടയിൽ സുതാര്യത വേണം. നിയമം ഇത് നിഷ്കർഷിക്കുന്നുണ്ട്. നിയമം അനുസരിക്കാൻ പിണറായി വിജയൻ തയ്യാറാവാത്തത് എന്തുകൊണ്ടാണെന്ന ചോദ്യമാണ് ഉയരുന്നത്. മുഖ്യമന്ത്രിയുടെ അഭാവത്തിൽ ഭരണകാര്യങ്ങളുടെ നേതൃത്വം ആര് വഹിക്കുമെന്ന പ്രശ്നമുണ്ട്. മുഖ്യമന്ത്രിമാർ വിദേശയാത്ര നടത്തുമ്പോൾ പകരക്കാരന് ചുമതല നൽകുന്നത് പതിവ് രീതിയാണ്. ഇതിനേക്കാൾ ഗുരുതരമായ പ്രശ്നം മറ്റൊന്നാണ്. മുഖ്യമന്ത്രിയുടേത് സ്വകാര്യ സന്ദർശനമായതിനാൽ അത് ആരാണ് സ്പോൺസർ ചെയ്യുന്നത്? നികുതി പണം ഉപയോഗിച്ചാണ് യാത്ര നടത്തുന്നതെന്ന് വ്യക്തമാവേണ്ടതില്ലേ? സ്വകാര്യ വ്യക്തിയാണ് പണം ചിലവാക്കുന്നതെങ്കിൽ അത് വെളിപ്പെടുത്താത്തത് നിക്ഷിപ്ത താല്പര്യം കൊണ്ടായിരിക്കും. കോടിയേരി മരിച്ചപ്പോൾ അന്ത്യോപചാര ചടങ്ങുകൾ പോലും വെട്ടിക്കുറച്ച് വിദേശയാത്രയ്ക്ക് പോയ ആളാണ് പിണറായി. ഇക്കാര്യം ജനങ്ങൾ മറന്നിട്ടില്ലെന്ന് BJP പറയുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കെ ഇന്ത്യ സഖ്യത്തിൽ ഉൾപ്പെടുന്ന കോൺഗ്രസിനെ വോട്ട് ചോദിക്കാൻ മറ്റിടങ്ങളിൽ പോകാതിരിക്കാനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാട് വിട്ടതെന്ന് കരുതാനാവില്ല. അങ്ങനെയുള്ള ജാള്യതയൊന്നും പിണറായിക്കില്ല. തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് നിരവധി വേദികളിൽ കോൺഗ്രസ് നേതാക്കളുമായി ഇതേ പിണറായി കൈകോർത്തിട്ടുണ്ട്. സുതാര്യതയില്ലാത്ത രാഷ്ട്രീയ ജീവിതമാണ് പിണറായിയുടേതെന്ന് BJP പറയുന്നു. മുഖ്യമന്ത്രിയായ ശേഷവും ഇതിന് മാറ്റം വരുത്താൻ തയ്യാറല്ല. മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് പിണറായി ഇതിനു മുൻപ് നടത്തിയ വിദേശയാത്രകളും പലതരത്തിൽ വിവാദമായിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് പല ദുരൂഹതകളും ഇപ്പോഴും നീങ്ങിയിട്ടില്ല. ഔദ്യോഗിക യാത്രകൾക്ക് പോലും മറ്റു ചില കാര്യങ്ങൾക്ക് മറയാക്കുന്നു എന്ന സംശയം ജനങ്ങൾക്കുണ്ട്. മുഖ്യമന്ത്രിയുടെ വിദേശയാത്രകളിലൊക്കെ UAE ലക്ഷ്യസ്ഥാനമാകുന്നത് എന്തുകൊണ്ടാണെന്നും BJP ചോദിക്കുന്നുണ്ട്. സീസറുടെ ഭാര്യ ചാരിത്രവതിയായിരുന്നാൽ പോരാ. അങ്ങനെയാണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുകയും വേണമെന്നത് പൊതുപ്രവർത്തകരും ഭരണാധികാരികളും പാലിക്കേണ്ട തത്വമാണ്. ഇതാണ് BJPയുടെ നിലപാട്. മുഖ്യമന്ത്രിയുടെ സ്ഥാനത്ത് സഹമന്ത്രിമാർ ഇപ്പോൾ ബന്ധപ്പെടുന്നത് ചീഫ് സെക്രട്ടറി വി വേണുവിനെയും പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയെയുമാണ്. പ്രൈവറ്റ് സെക്രട്ടറി KK രാഗേഷിനെ വിളിക്കുന്ന മന്ത്രിമാരുമുണ്ട്. ഇതിനെല്ലാം ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. അത് മുഖ്യമന്ത്രിയുടെ മനസ്സറിയുക എന്നത് മാത്രമാണ്. മുഖ്യമന്ത്രിയുടെ മനസ്സ് മനസ്സിലാക്കാൻ സഹമന്ത്രിമാർ മുൻപ് മന്ത്രി മുഹമ്മദ് റിയാസിനെ ബന്ധപ്പെട്ടിരുന്നു. ഇക്കുറി അദ്ദേഹവും യാത്രയിലായതിനാൽ ബന്ധപ്പെടാൻ കഴിയുന്നില്ല. ചുരുക്കത്തിൽ സംസ്ഥാനത്ത് ഭരണ സംവിധാനം നിലച്ചുവെന്ന് തന്നെ പറയാം. പല മന്ത്രിമാരും മുഖ്യമന്ത്രി വരട്ടെ എന്നാണ് പറയുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തുന്ന ഫയലുകളിൽ തീരുമാനമെടുക്കുന്നതിന് മുഖ്യമന്ത്രി മടങ്ങി വരണം. ഇതിൽ ജീവകാരുണ്യം ആഗ്രഹിക്കുന്ന ഫയലുകളും ഉണ്ടാകാം. 2020 ഒന്നാം പിണറായി മന്ത്രിസഭയുടെ കാലത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ 1 മാസത്തേക്ക് അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോയിരുന്നു. അന്ന് KK ശൈലജ, EP ജയരാജൻ, AK ബാലൻ തുടങ്ങിയവർക്ക് മുഖ്യമന്ത്രിയുടെ ചുമതല നൽകാൻ CPM PB ആലോചിച്ചെങ്കിലും പാർട്ടിയിലെ ഗ്രൂപ്പിസം കാരണം അത് വേണ്ടെന്ന് വെച്ചു. അന്നും ഇന്നും തന്റെ കസേര ആർക്കും കൈമാറാൻ മുഖ്യമന്ത്രി തയ്യാറല്ല. മുഖ്യമന്ത്രിയും കുടുംബം വിദേശത്ത് തുടരുന്ന വിനോദസഞ്ചാര യാത്രയുടെ അജ്ഞാത സ്പോൺസറെ സംബന്ധിച്ച് അവ്യക്തത തുടരുകയാണ്. മുഖ്യമന്ത്രിക്കും കുടുംബത്തിനു വേണ്ടി കോടികൾ ചിലവഴിക്കുന്ന അജ്ഞാതരെ സംബന്ധിച്ച് CPM-ലും അഭിപ്രായ ഭിന്നത ഉയർന്നിട്ടുണ്ട്.
ദല്ലാൽ നന്ദകുമാറിനോടുള്ള ചങ്ങാത്തം വേണ്ടെന്ന് LDF കൺവീനർ EP ജയരാജന് താക്കീത് കൊടുത്തതിന് പിന്നാലെ അജ്ഞാതന്റെ ചെലവിൽ മുഖ്യമന്ത്രിയും കുടുംബവും വിദേശത്ത് വിനോദസഞ്ചാരം നടത്തുന്നത് പാർട്ടിയിലും അസ്വാരസ്യങ്ങൾക്ക് ഇടയാക്കുന്നു. മുഖ്യമന്ത്രി വിദേശത്തായതിനാൽ ഓൺലൈനായി നടക്കേണ്ടിയിരുന്ന മന്ത്രിസഭാ യോഗവും മാറ്റി. EP ശാസിച്ചത് മുഖ്യമന്ത്രി നേരിട്ടാണ്. മുഖ്യമന്ത്രിയുടെ സ്പോൺസർ വിഷയം വിവാദമാക്കുന്നത് EP ജയരാജൻ തന്നെയാണ്. മുഖ്യമന്ത്രി ആരോപണത്തിൽ അകപ്പെടുമ്പോൾ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് EP തന്നെയാണ്. സംസ്ഥാനം കടുത്ത ഉഷ്ണതരംഗത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കോടിക്കണക്കിന് രൂപയുടെ കാർഷിക വിളകൾ ഇതിനകം നശിച്ചു കഴിഞ്ഞു. തീരത്ത് കള്ളക്കടൽ പ്രതിഭാസത്തിൽ മത്സ്യത്തൊഴിലാളികളായ ദുരിതത്തിന് ശമനമില്ല. വേനൽ മാറി കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന മുന്നറിയിപ്പും നിലനിൽക്കുന്നു. ഖജനാവ് കാലിയായതിനാൽ അടുത്ത മാസം മുതൽ ശമ്പളത്തിനുൾപ്പെടെ നിത്യചെലവുകൾക്ക് പണം കണ്ടെത്തേണ്ട അവസ്ഥയുണ്ട്. സംസ്ഥാനം ഇത്രയും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴാണ് മുഖ്യമന്ത്രിയും കുടുംബവും നടത്തുന്ന വിനോദയാത്രയുടെ ചിത്രങ്ങൾ വരുന്നത്. നിർണായക തീരുമാനങ്ങൾ എടുക്കേണ്ട മന്ത്രിസഭാ യോഗം പോലും വേണ്ടെന്ന് വെച്ചാണ് 19 ദിവസത്തെ വിദേശ വിനോദസഞ്ചാര യാത്ര. മുഖ്യമന്ത്രിയുടെ അസാന്നിധ്യത്തിൽ നിർണായക തീരുമാനങ്ങൾ എടുക്കാനുള്ള ചുമതല ആർക്കും നൽകിയിട്ടുമില്ല. സാധാരണ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് വിദേശയാത്ര നടത്തുകയാണെങ്കിൽ പാർട്ടി അറിഞ്ഞിരിക്കണം. ചെലവിനെക്കുറിച്ച് വിശദീകരണം നൽകണം. വിദേശത്തേക്ക് പോകുന്നു എന്നല്ലാതെ വ്യക്തമായ വിശദീകരണം മുഖ്യമന്ത്രി പാർട്ടിക്ക് നൽകിയിട്ടില്ല. എല്ലാം അറിഞ്ഞിരുന്നുവെന്നാണ് EP ജയരാജൻ വ്യക്തമാക്കിയത്. എന്നാൽ സ്പോൺസർ ആരെന്ന ചോദ്യത്തിന് ഉത്തരമില്ല. AK ബാലനും വിനോദയാത്ര സംബന്ധിച്ച് അത് അറിഞ്ഞ മട്ടില്ല. ഇതിനകം 20 വിദേശയാത്രകളാണ് മുഖ്യമന്ത്രി നടത്തിയത്. ഇതെല്ലാം ഔദ്യോഗിക തലത്തിലായിരുന്നു. കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചതല്ലാതെ കേരളത്തിന് ഗുണമുണ്ടായില്ല. USA, UK, UAE, ജർമ്മൻ, ക്യൂബ, സ്വിറ്റ്സർലാൻഡ്, ജപ്പാൻ, നെതർലാൻഡ്സ് തുടങ്ങിയ രാജ്യങ്ങളായിരുന്നു യാത്രകൾ. ഈ യാത്രകൾക്കെല്ലാം വിനിയോഗിച്ച കണക്ക് സംബന്ധിച്ച് നിയമസഭയിലെ ചോദ്യങ്ങൾക്ക് പോലും മറുപടി നൽകിയിട്ടില്ല. ഈ വിവാദങ്ങൾ ഒഴിവാക്കാനാണ് അജ്ഞാതന്റെ ചെലവിലുള്ള യാത്ര. ഇതിനിടെ കോൺഗ്രസിന് വേണ്ടി വോട്ട് പിടിക്കേണ്ടി വരുമെന്ന ജാള്യതയിൽ നിന്നും ഒളിച്ചോടിയെന്ന ആരോപണം ഉയരുന്നു. രാജ്യത്ത് CPM-നുള്ള ഒരേയൊരു മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞെങ്കിലും CPM ഉൾപ്പെടുന്ന ഇന്ത്യ സഖ്യം നേതൃത്വം നൽകുന്ന ഉത്തരേന്ത്യയിലെ ലോക്സഭാ മണ്ഡലങ്ങളിലെ മത്സരങ്ങൾ നടക്കുന്നതേയുള്ളൂ. മറ്റ് സംസ്ഥാനങ്ങളിൽ CPM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും ഒക്കെ ഒരേ വേദി പങ്കിട്ട് വോട്ട് തേടുന്നു. സംസ്ഥാനത്തുണ്ടായിരുന്നാൽ പിണറായിക്കും അവിടെയൊക്കെ പോയി കോൺഗ്രസിന് വേണ്ടി വോട്ട് തേടേണ്ടി വരും. ഇത് ഒഴിവാക്കാനുള്ള ഒളിച്ചോട്ടമാണെന്ന ആരോപണവും വരുന്നു. ഏതായാലും പിണറായി സർക്കാരിനെ മാത്രമല്ല പാർട്ടിയെയും പ്രതിസന്ധിയിൽ പ്രകോപനം വേണ്ടെന്ന നിലപാടിലാണ് പാർട്ടി സെക്രട്ടറി. അദ്ദേഹം കുഴൽനാടൻ വിവാദം കൊഴുപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. മുഖ്യമന്ത്രി വിവാദത്തിലാക്കാതിരിക്കാനുള്ള ജാഗ്രത MV ഗോവിന്ദൻ കാണിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിക്കെതിരെ സർക്കാരിലും പാർട്ടിയിലും വിയോജിപ്പുകൾ ഉയരുന്നുണ്ടെങ്കിലും ആരും പരസ്യ പ്രതികരണത്തിന് തയ്യാറല്ല. എല്ലാം ജൂൺ 4 കഴിഞ്ഞ് കാണാമെന്ന ചിന്തയിലാണ് പാർട്ടി പ്രവർത്തകരും നേതാക്കളും. ഇടതുമുന്നണിക്ക് സീറ്റ് കൂടുതൽ കിട്ടിയാൽ പിണറായിക്ക് ആത്മവിശ്വാസം വർദ്ധിക്കും. ഇനി പ്രതീക്ഷിക്കുന്നത് പോലെ സീറ്റുകൾ കുറഞ്ഞാൽ പിണറായിയുടെ ആത്മവിശ്വാസത്തിൽ ഒന്നും സംഭവിക്കില്ല. എല്ലാം നഷ്ടപ്പെട്ട പ്രതീതിയാണ് CPM-നുള്ളത്. പാർട്ടിയെയും കേന്ദ്ര സർക്കാരിന്റെയും അംഗീകാരത്തോടെയാണ് മുഖ്യമന്ത്രി വിദേശത്ത് പോയതെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലം മുതൽ 2022 ഡിസംബർ വരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയത് 19 വിദേശയാത്രകളാണ്. അതിൽ 15 എണ്ണം ഔദ്യോഗിക യാത്ര. ചികിത്സാർത്ഥം 3 യാത്രകളും ഒരു സ്വകാര്യ യാത്രയും നടത്തി. 2 ചികിത്സ യാത്രയ്ക്കും 3 ഔദ്യോഗിക യാത്രയ്ക്കുമായി 32,58,185 രൂപ ചെലവിട്ടതായി നിയമസഭയിൽ സജീവ് ജോസഫിന്റെ ചോദ്യത്തിന് മറുപടി നൽകി. എന്നാൽ ബാക്കി 14 യാത്രകളുടെ ചെലവ് വെളിപ്പെടുത്തിയിട്ടില്ല. 2018 ജൂലൈ 9 മുതൽ 17 വരെ അമേരിക്കയിലായിരുന്നു സ്വകാര്യ സന്ദർശനം. ജൂലൈ 4 മുതൽ 8 വരെ ഫൊക്കാന സമ്മേളനത്തിന് പോയ മുഖ്യമന്ത്രി ഒരാഴ്ച കൂടി സ്വകാര്യ ആവശ്യത്തിന് അവിടെ ചെലവിട്ടു. ഈ കാലയളവാണ് സ്വകാര്യ യാത്രയായി കണക്കാക്കിയത്. ഏതായാലും പ്രഗത്ഭരായ മന്ത്രിമാരുള്ള ക്യാബിനറ്റിന്റെ ചുമതല ചീഫ് സെക്രട്ടറിക്കും P ശശിക്കും നൽകിയത് അനിതര സാധാരണമായ സാഹചര്യമാണെന്ന് പറയുന്ന CPI നേതാക്കൾ ആകെ ഇച്ഛാഭംഗത്തിലും നിരാശയിലുമാണ്.